നമ്മളെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം സമയം പാഴാക്കരുത്. സമയത്തെ അർത്ഥവത്തായി ഉപയോഗിക്കാൻ കഴിയണം. നീട്ടിവെക്കല് ഒഴിവാക്കുകയും വേണം. ഇപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു, അത് ഒരു വർഷം സമയം തന്ന ഒരു ലേഖനം എഴുതാൻ പറഞ്ഞാൽ അവസാനത്തെ 1-2 ആഴ്ചകളായിരിക്കും എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതുപോലെ ഒരു 2 മാസം കഴിഞ്ഞ ഒരു പരീക്ഷയുണ്ടെങ്കിൽ ആ പരീക്ഷയുടെ ഒരാഴ്ച, ഏറ്റവും അവസാനത്തെ ഒരാഴ്ചയായിരിക്കും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അവസാനത്തെ 2 ദിവസമൊക്കെ ആയിരിക്കും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി തന്നു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും അവസാനത്തെ സമയത്തിലാണ് മണിക്കൂറുകൾ എത്തുന്നത്. ആ മണിക്കൂറുകളായിരിക്കും നമ്മൾ കൂടുതലും നമ്മൾ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അവസാനത്തെ മണിക്കൂറുകളാണ് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ശരിക്കും ഇതില് 80-20 റൂൾസ് നമുക്ക് ഇതിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. എല്ലാ കർമ്മങ്ങളുടെയും വിജയം വെറും 20% കർമ്മങ്ങളിൽ നിന്നായിരിക്കും 80% വിജയം നേടുന്നത്. അതേസമയം 80% കർമ്മങ്ങളിൽ നിന്ന് 20% മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കുള്ളൂ. അപ്പോൾ വിജയിക്കാൻ തയ്യാറായിട്ടുള്ള 20% പോയിന്റുകൾ ഉണ്ടാവും. ആ 20% കൂടുതൽ ചെയ്യുകയും അത് ഫലവത്തായി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലെത്താം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള യൂസുഫ് അലിക്കായാലും അദാനിക്കായാലും അംബാനിക്കായാലും സുക്കർബർഗിനായാലും ഇലോൺ മസ്കിനായാലും അവർക്കൊക്കെ തന്നെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് നമുക്ക് ലഭിച്ചിട്ടുള്ള 24 മണിക്കൂർ തന്നെയാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ ആ 24 മണിക്കൂറിനകത്ത് അവർ ആ സമയത്തെ ഫലവത്തായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഫലവത്തായി പ്രയോജനപ്പെടുത്തുന്ന ഒരാളും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകില്ല എന്നതാണ് അനുഭവം. അതായത് നമ്മളിപ്പോ യൂട്യൂബിൽ ഒരു സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ട്രംപിനെ ആയിരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടാവുക, എത്തിപ്പെടുന്നത് മമ്മൂട്ടിയിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മോഹൻലാലിനെ ആയിരിക്കും സെർച്ച് ചെയ്തിട്ടുണ്ടാവുക, എത്തിപ്പെടുന്നത് മോദിയിലായിരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയനിലായിരിക്കും, അല്ലെങ്കിൽ സതീശനിലായിരിക്കും, അല്ലെങ്കിൽ ഇറാന്റെ യുദ്ധത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇലക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ ഫുട്ബോൾ കളിയിലായിരിക്കും. ഇത് നമ്മൾ അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഒരു റീല് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ റിലേറ്റഡും അതിന്റെ അനുബന്ധ റിലേറ്റഡുമായിട്ട് ഒരുപാട് സംഗതി, അതൊരു കടലാണ്. ആ കടലിനകത്ത് എന്തെല്ലാം ഉണ്ടോ അപ്പൊ നമ്മുടെ സമയങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഫലവത്തായി സമയത്തെ പ്രയോജനപ്പെടുത്താത്ത ഒരാളും ജീവിതത്തിൽ വിജയിക്കില്ല എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്.